ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചൂടുള്ള സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 500 മില്ലി ഇളനീരിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5 ഗ്രാം ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പൊ കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി ഒരു വെള്ളത്തിൽ അങ്ങോട്ട് മിക്സ് ആയിട്ട് വരും. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ചൈന ഗ്രാസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ചൈന ഗ്ലാസ് ആകുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ അതാ നമ്മൾ ഇളനീരിന്റെ കഴമ്പ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ട് മുഴുവൻ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1-1.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇളനീരൊക്കെ ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കട്ടിയൊക്കെ പാകത്തിനാക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കട്ടിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആക്കാം. ഞാനിപ്പോൾ ഈ ഒരു കുറച്ചൊരു ലൂസായിട്ട് നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു ഇളനീരിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെൽ പുഡിങ് റെഡിയായി. ഇനി ഒരു ജെല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ക്യൂബ്സ് കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു ഇളനീരിന്റെ അരിച്ചു വെച്ചിട്ടില്ല അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പുഡിങ് സെർവ് ചെയ്യുന്ന സമയത്ത് ഏതിലാണോ സെർവ് ചെയ്യുന്നത്, ഞാനിവിടെ ഐസ്ക്രീം ബൗളാണ് എടുത്തിട്ടുള്ളത്. ഐസ്ക്രീം ബൗളിലേക്ക് നമ്മുടെ ഇളനീരിന്റെ ആ ഒരു പൈപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ജെല്ലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഇതാ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്താഷ്യൂ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതിനൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.